എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, മറന്നു പോകരുത്. ദെൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കളറിങ് ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബലൂണിന് ലേഡീസ് ഫിംഗർ കട്ട് ചെയ്തിട്ട് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് കളേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. പേജ് നമ്പർ 129 കളേഴ്സ്. Look at that page. There is some colors: red, blue, green, yellow, orange and violet. അല്ലേ? കുറച്ച് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ. ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, വയലറ്റ്. കുറെ കളേഴ്സ് ഉണ്ട് അല്ലേ? എന്നിട്ട് ദെൻ അതിന് തൊട്ട് താഴെ മിക്സിംഗ് കളേഴ്സ് എന്ന് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. മിക്സിംഗ് കളേഴ്സ്, ഹൗ ടു മിക്സ് ടു കളേഴ്സ്. എങ്ങനെയാണ് രണ്ട് കളേഴ്സിനെ മിക്സ് ചെയ്യുന്നത്? രണ്ട് കളേഴ്സിനെ മിക്സ് ചെയ്താൽ ഏത് കളറാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ഫസ്റ്റ് എന്താ ഉള്ളത്? റെഡ് പ്ലസ് യെല്ലോ ഈക്വൽ ടു ഓറഞ്ച്. റെഡും യെല്ലോയും കളേഴ്സ് മിക്സ് ചെയ്താല് നെക്സ്റ്റ് ഏത് കളറാവുക? ഓറഞ്ച് കളറാവും. നമ്മുടെ വാട്ടർ കളറൊക്കെ ഉണ്ടല്ലോ, വാട്ടർ കളറോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റോ അങ്ങനെയുള്ള കളേഴ്സിൽ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്കെച്ച് പെൻ കൊണ്ടും ക്രയോൺസ് കൊണ്ടൊന്നും അത്ര പോസിബിൾ അല്ല അല്ലേ. പക്ഷെ കുറച്ച് എന്താണ്, നമ്മുടെ ഈ വാട്ടർ കളറും നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡ് പോലെയുള്ള കളേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോ രണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോൾ, രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ, സ്കെച്ചും ഒക്കെ യൂസ് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുക നമ്മുടെ വാട്ടർ കളറും ഈ ഫാബ്രിക് പെയിന്റും ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്. റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ ഏത് കളർ ഉണ്ടാവും? ഓറഞ്ച് കളർ ഉണ്ടാവും. നിങ്ങളുടെ അടുത്ത് ആരുടെങ്കിലും അടുത്ത് കളേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. രണ്ട് കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ റെഡ് പ്ലസ് യെല്ലോ ഈസ് ഈക്വൽ ടു ഓറഞ്ച് കളർ. റെഡും യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ച് കളർ ഉണ്ടാവും. യെല്ലോ പ്ലസ് ബ്ലൂ ഈസ് ഈക്വൽ ടു ഗ്രീൻ കളർ. യെല്ലോയും ബ്ലൂവും അല്ലെ മിക്സ് ചെയ്താല് ഏതാ കളർ ആവുക? ഗ്രീൻ. ദെൻ red plus blue is equal to violet color. So ഇത്രയും കളേഴ്സിനെ മിക്സ് ചെയ്യുമ്പോൾ റെഡ് പ്ലസ് യെല്ലോ ഈസ് ഈക്വൽ ടു ഓറഞ്ച്. വെൻ വി മിക്സ് റെഡ് ആൻഡ് യെല്ലോ കളർ വി ഗെറ്റ് ഓറഞ്ച് കളർ. ദെൻ മിക്സ് വിത്ത് യെല്ലോ പ്ലസ് ബ്ലൂ ഈസ് ഈക്വൽ ടു green color. It makes green color. Then last one, we mix red plus blue color is equal to we get violet color. Okay, violet color. So നിങ്ങളുടെ അടുത്ത് കളേഴ്സ് ഉണ്ടാവുമ്പോ ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്. ആദിശ്രീ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. സോ ഈ കളേഴ്സിനെ മിക്സ് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് രണ്ട് പേജിലും ഉള്ളത് എന്താണ്? കളറിങ് ആക്ടിവിറ്റി ആണ്. ജസ്റ്റ് കളർ ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാ? ഹോംവർക്ക് ആയിട്ട് മിസ്സിന് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അതിന് താഴെ എന്താണ്? ഐ ലവ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റൈം അല്ലെങ്കിൽ ചെറിയൊരു പോയം കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കാം അല്ലേ. ഐ ലവ് കളേഴ്സ്, യെസ് ഐ ഡു. നെക്സ്റ്റ് പേജ് ആണേ 130. അവിടെ കളർ ദ ഫ്ലവർ എന്ന് പറഞ്ഞ ഫ്ലവറിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. ദെൻ താഴെ എന്താ ഉള്ളത്? ഐ ലവ് കളേഴ്സ്, ഐ ലവ് കളേഴ്സ്, yes I do. Red and orange and green and blue. I love colors, dark or bright. Yellow, purple, black and white. Endana? It's about the color. Different colors are mentioned there. Which are the colors? Red, orange, green, blue, yellow, purple, black, white. അങ്ങനെ കുറെ കളേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ റിയാനൊക്കെ നന്നായിട്ട് കളർ ചെയ്തിട്ടുണ്ടല്ലോ ഫ്ലവർ. വെരി ഗുഡ് റിയാൻ, നന്നായിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലവർ കളർ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാം? ഈ ഫ്ലവറും ദെൻ ഇപ്പുറത്തെ പേജിലുള്ള കാറ്റർപില്ലറിന്റെ പിക്ചറും രണ്ടും നന്നായിട്ട് കളർ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. എന്താണ്? ഒന്നില് ഒരു ഫ്ലവർ ആണ്, മറ്റതിൽ ഒരു കാറ്റർപില്ലർ ആണ്.
സോ രണ്ടും കളർ ചെയ്യുക, എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആ പേജിൽ 2 പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ്. ഫെസ്റ്റിവൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെ. LKG നമ്മൾ ഏകദേശം ഇപ്പോ ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ LKG പഠിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ദെൻ ആനിമൽസ്, വൈൽഡ് ആനിമൽ, ഡൊമസ്റ്റിക് ആനിമൽ ഒക്കെ, ഹോം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ന്യൂ തിങ് യു ആർ ഗോയിങ് ടു സ്റ്റഡി ടുഡേ ആർ ഫെസ്റ്റിവൽസ്. വാട്ട് ഡു യു മീൻ ബൈ ഫെസ്റ്റിവൽ? Could you say a festival? എന്താണ് ഫെസ്റ്റിവൽ? ആർക്കാണ് അറിയാം? വാട്ട് ഇസ് ഫെസ്റ്റിവൽ? ഓക്കെ, അൻവിത പറയാൻ വേണ്ടി പോകുന്നുണ്ട് എന്താണ് ഫെസ്റ്റിവൽ. എന്താണ് മോളെ അൻവിത? അൺമ്യൂട്ട് ചെയ്ത മോളെ. ഉത്സവങ്ങൾ അല്ലേ? ഓക്കെ, ഉത്സവങ്ങളാണ് ഫെസ്റ്റിവൽ. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ നമ്മള് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ ഇത് ഫെസ്റ്റിവൽസ്. What do we do on these festivals? Look at your textbook. Okay, what do we do on those festivals? ഈ ഫെസ്റ്റിവൽസിനൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ഫെസ്റ്റിവൽസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? And we are going to study how to celebrate different kinds of festivals are. Okay, so look at your textbook, and the first festival is Diwali. Diwali, look at your textbook. Diwali. ഇങ്ങനെയുള്ള പോർഷൻസ് ആണ് നെക്സ്റ്റ് ഇയറിലൊക്കെ എത്തുമ്പോൾ പഠിക്കാൻ ഉണ്ടാവുക കേട്ടോ. സോ ഇങ്ങനെ ഫെസ്റ്റിവൽസ്, പിന്നെ ആനിമൽസ് ഒക്കെ ആയാലും കുറച്ചും കൂടെ അതിനെ എന്ത് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയ സെന്റൻസും പാരഗ്രാഫും ഒക്കെയാണ് നെക്സ്റ്റ് ഇയറിൽ, മീൻസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാവുക. അതിന്റെ ഒരു ഏകദേശ മോഡലാണ് ഈ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്ന പോർഷൻ. ഇതുപോലെയുള്ള പോർഷൻസ് ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാവുക. മുഴുവൻ ഇവിടെ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അത് സെന്റൻസ്, പാരഗ്രാഫ് ഒക്കെ ആയിട്ട് വരും. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫാത്തിമ ജാബർ, ശ്രദ്ധിക്കണേ ഇവിടെ. ഓക്കെ, സോ Diwali. Diwali is a festival. It's a festival of light. ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി എന്ന് നമ്മൾ പറയുന്നല്ലേ. in Diwali or Deepavali, it's a festival of light. എന്തിന്റെ ഫെസ്റ്റിവൽ ആണത്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ദീപങ്ങളുടെ ഉത്സവമാണ് അല്ലേ. ദീപങ്ങളുടെ ഉത്സവത്തിനെയാണ് ദീപാവലി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഓക്കെ, Diwali is the festival of light. So what we do on Diwali day? നമ്മള് ദിവാലി ഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? നമ്മുടെ റിയാൻ പറയാൻ വേണ്ടി കൈ ഉയർത്തി നിൽപ്പുണ്ട്. നമുക്ക് റിയാനോട് ചോദിച്ചു നോക്കാം അല്ലെ, റിയാൻ എന്താണ് ദിവാലിയിൽ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന്. എന്തൊക്കെ ചെയ്യാറുണ്ട് റിയാൻ? പടക്കം പൊട്ടിക്കലുണ്ട്. പടക്കം പൊട്ടിക്കാറുണ്ട്. പിന്നെയോ? വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. കുറെ വിളക്കുകൾ നമ്മൾ വീട് നിറയെ കത്തിച്ചു വെക്കാറുണ്ട് അല്ലേ. വേറെയോ റിയാൻ? വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? യെസ്, ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, രംഗോലി ഇടാറുണ്ട്. അങ്ങനെ വീട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യും? ഡെക്കറേറ്റ് ചെയ്യും അല്ലേ. പിന്നെയോ? ഇത്രേ ചെയ്യാറുള്ളൂ അല്ലേ. ഓക്കെ, ഇപ്പൊ ദിവാലിയിൽ നമ്മുടെ റിയാൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് എന്താണ്? വി പ്രേ അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? പ്രേ ചെയ്യും അല്ലേ. പ്രേ, PRAY, പ്രേ. പ്രേ എന്ന് വെച്ചാൽ എന്താണ് നിറ്റാഷ കുട്ടി? നിറ്റാഷ, what do you mean by pray? പ്രേ എന്ന് വെച്ചാൽ എന്താണ് മോളെ? അറിയോ നിറ്റാഷക്ക്? പ്രാർത്ഥന. പ്രാർത്ഥന അല്ലെ. നമ്മൾ പ്രാർത്ഥിക്കും ആദ്യം. പ്രയർ എന്നൊക്കെ കേട്ടില്ലേ? പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ. ആദ്യം നമ്മള് പ്രാർത്ഥിക്കും രാവിലെ. ദിവാലിയും നമ്മുടെ ഫെസ്റ്റിവൽസ് ഒക്കെ മിക്കവാറും അങ്ങനെയാണ് അല്ലെ. നമ്മൾ രാവിലെ നമ്മുടെ
ഒന്നുകിൽ നമ്മൾ അമ്പലത്തിൽ പോവും, ഇല്ലെങ്കിൽ പള്ളിയിൽ പോകണമെങ്കിൽ അവിടെ പോവും അല്ലേ? എന്താണ് ചർച്ചിലോ മോസ്കിലോ എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടെ നമ്മൾ പോവും. മിക്കവാറും ഫെസ്റ്റിവൽസ് നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? നമ്മുടെ സെലിബ്രേഷൻ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലമാണെങ്കിൽ അമ്പലം, ഇല്ലെങ്കിൽ ചർച്ച് മോസ്ക് എവിടെയാണെങ്കിലും നമ്മൾ പോകും അല്ലെ? ആദിഷ് മുഹമ്മദ് ഷാസിൽ, പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. അബ്ദുൾ ബാസിത്ത് ഓൾസോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പ്രാർത്ഥിക്കും അല്ലെ? വി പ്രേ ഓൺ ദിവാലി ഡേ. ദെൻ നെക്സ്റ്റ് വൺ, വി ഡെക്കറേറ്റ് അവർ ഹോം. വി ഡെക്കറേറ്റ് അവർ ഹോം. നമ്മുടെ വീടൊക്കെ നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കും അല്ലെ? വീടൊക്കെ നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. Then we light lamps and diyas. നമ്മൾ ലാമ്പും ദിയ. ദിയ എന്താണ്? ചെറിയൊരു വിളക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചെറുതായിട്ട് കത്തിച്ചു വെക്കുന്ന ഇത്രയുള്ള ഒരു കുഞ്ഞു വിളക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ നന്നായിട്ട് ലാമ്പ് അല്ലെ ലൈറ്റ് ചെയ്യും. വീട് മുഴുവൻ നല്ല ലൈറ്റ് ചെയ്യും. ചെറിയ ചെറിയ വിളക്കുകളൊക്കെ കത്തിച്ച് നല്ല ഭംഗിയാക്കും. ദീപാവലി എന്ന് വെച്ചാൽ എന്താണ്? ദീപങ്ങളുടെ ഉത്സവമാണ് അല്ലേ? അപ്പൊ മുഴുവൻ ദീപം കത്തിച്ചു വെക്കണം അല്ലെ? നല്ല വിളക്കൊക്കെ കത്തിച്ച് വീട് നന്നായിട്ട് ലൈറ്റ് ചെയ്യും അല്ലെ? സോ ദിവാലി ഈസ് എ ഫെസ്റ്റിവൽ. ദിവാലി എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, ഒരു ഫെസ്റ്റിവൽ ആണ്, ഒരു ഉത്സവമാണ് അല്ലെ? എന്തിന്റെ ഉത്സവമാണ്? ദിവാലി ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ദീപങ്ങളുടെ ഉത്സവമാണ്. കേട്ടോ അബ്ദുൾ ബാസിത്ത്? കേൾക്കുന്നുണ്ടോ? ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി, ദിവാലി എന്ന് നമ്മൾ പറയും. ദീപാവലിയിൽ നമ്മൾ ആദ്യം പ്രേ ചെയ്യാറുണ്ട്. രാവിലെ എണീറ്റ് പ്രേ ചെയ്യും, പ്രാർത്ഥിക്കും അല്ലെ? ദെൻ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. വീട് മുഴുവൻ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് നല്ല ഭംഗിയാക്കും. കാരണം ദീപങ്ങൾ വേണം അല്ലെ ദീപാവലിക്ക്? ദീപാവലി എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ദീപങ്ങൾ ഉണ്ടാവണം. സോ വി ഡെക്കറേറ്റ് ഹോം ആൻഡ് വി പ്രേ ആൻഡ് വി ലൈറ്റ് ലാംപ്സ് ആൻഡ് ദിയാസ്. ലാമ്പും ദിയാസും ഒക്കെ കത്തിച്ചു വെച്ചിട്ട് നല്ല ഭംഗിയാക്കും നമ്മുടെ വീട്. ഓക്കെ, then our next festival is Eid. E-I-D, Eid. Do you heard about Eid? What is Eid? എന്താണ് ഈദ്? ആർക്കാണ് അറിയുന്നത് ഈദ് എന്താണെന്ന്? ഈദ് ആർക്കും അറിയില്ല. നമ്മുടെ ഫാത്തിമ ജാബർ പറയുന്നുണ്ട് എന്താണ് ഈദ് എന്ന്. എന്താണ് മോളെ ഈദ്? പെരുന്നാളാണ് അല്ലെ? പെരുന്നാള് നമ്മള് ആഘോഷിക്കാറുണ്ട്. പെരുന്നാൾ അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യാ ഫാത്തിമ ജാബർ? പുതിയ ഡ്രസ് ഇടല്ലേ? പുതിയ ഡ്രസ് വാങ്ങിക്കും അല്ലെ? പിന്നെയോ? ചോറ് ഉണ്ടാക്കിയിട്ട് കഴിക്കും. ശരിയാണ്, നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിക്കും. പിന്നെന്ത് ചെയ്യും? പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കില്ലേ? പള്ളിയിൽ പോവും അല്ലേ? ഓക്കെ, നമ്മുടെ ഫാത്തിമ ജാബർ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക. എന്തൊക്കെ ചെയ്യും? പുതിയ ഡ്രസ്സ് വാങ്ങിക്കും, ചോറ് ഉണ്ടാക്കി കഴിക്കും, പിന്നെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ? സോ ഈദ് ഈസ് അനദർ ഫെസ്റ്റിവൽ. നമ്മുടെ ദിവാലി പോലെ തന്നെയുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് എന്ത്? ഈദ്. സോ വി സെലിബ്രേറ്റ് ഈദ് വിത്ത് വെയറിംഗ് ന്യൂ ക്ലോത്ത്സ്. പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിടും അല്ലെ? ഈദാണെങ്കിലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താണ്? പുതിയ ഡ്രസ്സ് വാങ്ങിക്കും അല്ലെ? ഇപ്പൊ ഓണത്തിനൊക്കെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചില്ലേ? എല്ലാരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? വാങ്ങി. അതുപോലെ നമ്മള് ഈദിന് പുതിയ ഡ്രസ്സ് വാങ്ങിക്കും അല്ലെ? വി വെയർ ന്യൂ ക്ലോത്ത്സ്. പുതിയ ഡ്രസ്സാണ് ഇടാറല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കും അല്ലെ? എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാക്കും. പക്ഷെ ഈദിന് സ്പെഷ്യൽ ആയിട്ട് കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കും അല്ലെ? ഈദിന് സ്പെഷ്യൽ ആയിട്ട് കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ദെൻ ഇതിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്? എന്താണ്? നമ്മുടെ ലുബാബ പറയുന്നുണ്ട്.
എന്താണ് ലുബാബ? സാമ്പാറും ബിരിയാണി. ബിരിയാണിയാണ് എന്താണ് നമ്മള് ഈ ഇതിനുണ്ടാക്കാറല്ലേ. പക്ഷെ ഇതിനുണ്ടാക്കുന്ന സെവൈ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഉണ്ടല്ലോ. എല്ലാരും ഉണ്ടാക്കാറുണ്ടോ എന്ന് മിസ്സിന് അറിയില്ല. പക്ഷെ നമ്മള് ഈ പായസം പോലെയുള്ള നമ്മുടെ മിസലി ഒക്കെ യൂസ് ചെയ്തിട്ട് സെവൈ എന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാറുണ്ടോ നിങ്ങള്? മിക്കവാറും പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ. സോ ഈദ് സ്പെഷ്യൽ ആണത്. ഈദിന് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാറുണ്ട്. സോ ഈദിനെ കുറിച്ച് പറയുമ്പോൾ സ്പെഷ്യൽ സ്വീറ്റ് ആണ്. ഇറ്റ്സ് എ സ്വീറ്റ്. സോ ഇപ്പൊ ഈദ് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നു അല്ലെ. വി പ്രേ. നമ്മള് പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ തന്നെ പള്ളിയിൽ പോവും, നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെന്താണ്? വി ഗിവ് ക്ലോത്ത്സ് ടു ദ പുവർ. പാവപ്പെട്ട ആളുകളെ സഹായിക്കാറുണ്ട് അല്ലെ. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാറുണ്ട്. മിക്കവാറും പേരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ. അതായത് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനും നല്ല ഫുഡ് ഉണ്ടാക്കാനും ഒന്നും ക്യാഷ് ഇല്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യും? പാവപ്പെട്ടവർക്ക് ഡ്രസ്സും പൈസയും കൊടുക്കാറുണ്ട് അല്ലെ. ഇത് നമ്മൾ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുക? ആഫ്റ്റർ എ മന്ത് ഓഫ് ഫാസ്റ്റിംഗ് ആണ് അല്ലെ. ഒരു മാസത്തെ നോമ്പ് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈദ് ആഘോഷിക്കാറല്ലേ. ഇല്ലേ? ഒരു മാസം നോമ്പെടുക്കാറില്ലേ ഇതിനു മുമ്പ്? ഉണ്ടോ? നിങ്ങൾ ആരും ഇതൊന്നും ചെയ്യാറില്ലേ? പിന്നെന്താണ് ആരും ഒന്നും പറയാത്തത്? ഇല്ലേ ആയിഷ അമാന? ഇതിനു മുമ്പ് ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ടോ? നോമ്പെടുക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ. എന്താണ് ഇതിനു മുമ്പ് നമ്മള് നോമ്പെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഈദ് ആഘോഷിക്കും അല്ലെ. നല്ല ഫുഡ് ഐറ്റം ഉണ്ടാക്കും. ആദ്യം തന്നെ വി പ്രേ. നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പിന്നെ വി വെയർ ന്യൂ ക്ലോത്ത്സ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഇടാറുണ്ട്. വി ഗിവ് ക്ലോത്ത്സ് ടു ദ പുവർ. പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കും അല്ലെ. അപ്പൊ നമ്മള് 2 ഫെസ്റ്റിവൽസിനെ കുറിച്ച് ഇപ്പൊ പഠിച്ചു. Diwali and Eid are festivals we celebrate. So first one is Diwali. In Diwali day we pray together and we decorate our homes and we light lamps and diyas in Diwali day. Okay, we light lamps and diyas. Okay, നമ്മള് വിളക്ക് കത്തിച്ച് വീടൊക്കെ നല്ല ഭംഗിയാക്കും. Then second one Eid. Second one Eid ആണ്. So we pray on Eid day. Eid day നമ്മൾ എന്ത് ചെയ്യും? പ്രേ ചെയ്യും. പിന്നെ we wear new clothes. പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിടാറുണ്ട്. We give clothes to the poor. പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കും അല്ലെ. Then Christmas. We are going to say about Christmas. ഇനി നമ്മൾ ക്രിസ്മസിനെ കുറിച്ചാ പറയാൻ വേണ്ടി പോകുന്നത് അല്ലെ. ക്രിസ്മസ് എന്താണ്? ക്രിസ്മസ്, വാട്ട് ഇസ് ക്രിസ്മസ്? ക്രിസ്മസിന് എന്തൊക്കെയാ ചെയ്യാറുള്ളത്? ക്രിസ്മസ് എത്ര പേര് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് നോക്കട്ടെ. നിങ്ങൾ ആരും ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? ഉണ്ടോ? എന്താണ് ഡെൽവിനെ ക്രിസ്മസിന്റെ സ്പെഷ്യാലിറ്റി? അന്ന് എന്താ ചെയ്യാറ്? എന്താണ് അന്നത്തെ ദിവസം നമ്മൾ ചെയ്യാറ്? അപ്പൊ ഒന്ന് പറഞ്ഞു ഡെൽവിൻ, എല്ലാരും കേൾക്കട്ടെ. ഇവർക്ക് ആർക്കും ഈദും ദിവാലിയും ക്രിസ്മസും ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പുൽക്കൂട് ഉണ്ടാക്കും അല്ലെ. പുൽക്കൂട് ഉണ്ടാക്കും. വേറെയോ? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. ഇവിടെ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ ക്രിസ്മസ് ട്രീ. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകും. ഓക്കെ, പിന്നെയോ ഫുഡ് ഉണ്ടാക്കും അല്ലേ. നല്ല ഫുഡ് ഉണ്ടാക്കും. ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ക്രിസ്മസിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യും അല്ലെ. കേക്ക് കട്ട് ചെയ്യും. പിന്നെ ഗിഫ്റ്റ് കൊടുക്കും അല്ലെ. വി ഗിവ് ഗിഫ്റ്റ്. നമ്മള്
അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യും. വി സിംഗ് ക്രിസ്മസ് കരോൾ. ക്രിസ്മസ് കരോൾ ഉണ്ടാവും അല്ലേ? കരോൾ എന്താണ്? ക്രിസ്മസിന്റെ തലേന്ന് രാത്രി എന്താണ് ക്രിസ്മസ് സാന്താക്ലോസിന്റെ ഒക്കെ വേഷമൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് കരോളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന ശേഷം ക്രിസ്മസ് കരോളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല അല്ലെ? കുറെ കാലങ്ങളായിട്ട് അതൊന്നും ഇല്ല. പക്ഷെ എന്താണ് കോവിഡിന്റെ സിറ്റുവേഷന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ക്രിസ്മസിനൊക്കെ എന്താണ് ക്രിസ്മസ് കരോളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ വി ഡെക്കറേറ്റ് ദ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്ത് ചെയ്യാറുണ്ട്? ഡ്രസ് വാങ്ങിക്കും അല്ലെ? പുതിയ ഡ്രസ് വാങ്ങിക്കും, പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും. അപ്പൊ ക്രിസ്മസിന്റെ അന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ആരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? ആരുടെയാണ്? ഉണ്ണിയേശുവിന്റെ ബർത്ത്ഡേ ആണല്ലേ? സോ ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോൺ ആസ് ക്രിസ്മസ് അല്ലേ? ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് അല്ലേ? ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേനെയാണ് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലെ? ഉണ്ണിയേശുവിന്റെ പിറന്നാളാണെന്ന് അല്ലെ? അന്നാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ദിവാലി ഈദ് ക്രിസ്മസ്. Then next one is Guru Purab. It is known as Guru Parv. Okay, Guru Parv എന്നും പറയും, Guru Purab എന്നും പറയും അല്ലെ? Guru Parv എന്ന് പറയാറുണ്ട്. സോ ഗുരു പർവ് നമുക്ക് അറിയാത്തൊരു ഫെസ്റ്റിവൽ ആണല്ലോ. നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. ഗുരുപർവിനെ കുറിച്ച്. ഗുരുപർവ് എന്താണെന്ന് വെച്ചാല് സിഖ് ഗുരൂസ് ഉണ്ടല്ലോ, ഇങ്ങനെ സന്യസിക്കാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലേ? സിഖില് ഉള്ള ഗുരൂസിന്റെ ഗുരൂസിന്റെ സ്പെഷ്യൽ ഡേനെയാണ് എന്ത് ഗുരു പർവ് എന്ന് പറയുന്നത് അല്ലെ? സിഖ് ഗുരുക്കന്മാരുടെ അന്നത്തെ സ്പെഷ്യൽ ഒരു ഡേ ആണ്. അവരെ നമ്മൾ അഡ്മയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഗുരു പർവ് എന്ന് പറയുന്നത്. വി പ്രേ ഇൻ ഗുരുദ്വാരാസ്. അന്നത്തെ ദിവസം ആളുകൾ എന്ത് ചെയ്യും? ഗുരുദ്വാരാസിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ഗുരുദ്വാരാസ് മീൻസ് ഹോംസ് ഓഫ് സിഖ് ഗുരുസ്. സിഖ് ഗുരുക്കന്മാരുടെ വീടാണ് എന്ത് ഗുരുദ്വാരാസ് എന്ന് പറയുന്നത്. അവർ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ അമ്പലവും പള്ളിയും ഒക്കെ പോലെ സിഖ് ഗുരുസ് താമസിക്കുന്ന പ്ലേസിനെയാണ് ഗുരുദ്വാരാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുരുദ്വാരാസിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ ഫുഡ് കഴിക്കും, സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഗുരു പർവിനൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. സോ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് 4 ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ്. ദിവാലി, ഈദ്, ക്രിസ്മസ് ആൻഡ് ഗുരു പുറാബ് ആൻഡ് ഗുരു പർവ് അല്ലെ? 4 ഫെസ്റ്റിവൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? ദിവാലി ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും? വി പ്രേ ടുഗദർ ആൻഡ് വി ഡെക്കറേറ്റ് അവർ ഹോംസ് ആൻഡ് വി ലൈറ്റ് ലാംപ്സ് ആൻഡ് ദിയാസ്. വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ദെൻ ഈദ്, വി പ്രേ ടുഗദർ and we wear new clothes and we give clothes to the poor people. പാവപ്പെട്ട ആളുകൾക്ക് ഡ്രസ്സ് കൊടുക്കും ഇപ്പോ ഈദിന്. Then Christmas, we celebrate Christmas together and we give gift together and we sing Christmas carol and decorate Christmas tree and Christmas cake cut ചെയ്യും അല്ലേ? എല്ലാം ചെയ്യാറുണ്ട് നമ്മൾ ക്രിസ്മസിന്റെ അന്ന്. Then Guru Parv, Guru Purab, we pray in Gurudwaras. ഗുരുദ്വാരാസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പിന്നെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയാക്കും. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ? ഓക്കെ. സോ ഇന്ന് നമ്മൾ 4 ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എന്ത് ചെയ്യാം? ഇതൊന്നുകൂടെ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കുറച്ചധികം ഇങ്ങനെ കുറച്ച് സെന്റൻസ് ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വരിക. സോ മിസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായി വായിച്ചു നോക്കിയിട്ട് വരിക കേട്ടോ. നന്നായി വായിച്ച് നന്നായിട്ട് ഇത് പഠിച്ച് മിസ് ചോദിക്കും എന്താണ് ഗുരുദ്വാരാസ് അന്ന് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുവേ. എന്താണ് മോളെ അൻവിത? എന്തെങ്കിലും പറയാനുണ്ടോ?